വാട്സാപ്പിൽ നിങ്ങളുടെ ഡാറ്റ എത്രത്തോളം വാല്യബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതിന്റെ മെയിൻ റീസൺ ഇന്നത്തെ AI ട്രെയിനിങ് ആണ്. ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ ഡാറ്റയെ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ AI ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. AIക്ക് ട്രെയിൻ ചെയ്യാൻ പബ്ലിക് ഡാറ്റ അധികം ഇല്ല എന്നുള്ളതാണ് ഇന്നുള്ള വസ്തു. 2026 32 ഇടയിൽ ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ഡാറ്റ കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് തീരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഡാറ്റയുടെ വില മനസ്സിലാക്കിയ റെഡിറ്റിന്റെ CEO സ്റ്റീവ് ഓഫ്മാൻ 2023 റെഡിറ്റിലെ പബ്ലിക് ഡാറ്റയ്ക്ക് കൂട്ടിട്ടിരുന്നു. പിന്നീട് ഗൂഗിളിന്റെയും ഓപ്പൺ AI AI ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും റെഡിറ്റിന് 500 കോടിയിലേറെയാണ് ഇവർ ഡാറ്റയ്ക്ക് പകരമായിട്ട് നൽകുന്നത്. അപ്പോൾ ഡാറ്റയ്ക്ക് കോടികളുടെ വിലയുള്ള ഈ ഒരു സമയത്ത് ഫേസ്ബുക്ക് അവരുടെ AI ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ നിന്ന് നമ്മളുടെ പേഴ്സണൽ മെസ്സേജ് അവർ എടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതിന് കാരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ച മോക്സ്ലി മാർലിസ് സ്പൈക്കിന്റെ സിഗ്നൽ പ്രോട്ടോകോളാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഇതുവരെയൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഡാറ്റാബേസിൽ എത്തുന്നത്. ഇവ ഡീക്രിപ്റ്റ് ചെയ്യാതെ ഈ വാട്സാപ്പിന് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വായിക്കാൻ കഴിയാത്ത ഒരു ഡാറ്റ വെച്ചുകൊണ്ട് അവർക്ക് ഒരിക്കലും അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡാറ്റയ്ക്ക് കോടികൾ വിലയുള്ള ഈ സമയത്ത് എന്തുകൊണ്ടായിരിക്കും വാട്സാപ്പിലെ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കാത്ത രീതിയിലാക്കി വെച്ചത്? അറിയുന്നവർ കമന്റ് ബിലോ കൂടുതലായിക്കണ്ട് അടുത്ത വീഡിയോയിലാണ്.